ഇവിടെ വല്ലയിടത്തും ഉണ്ടോന്നൊക്കെ കണ്ടില്ലല്ലോ. കാണുകയല്ലേ ഇവിടെ ഇല്ലേ? ഇത് അവളവിടെ പോയി. അവള് പോയി പോയായിരുന്നു. അമ്മച്ചോട് ഇവിടെ കിടന്നോളെ. ജോമോള് പോയി. ഇത് മേരിമോളാ. ഇത് മേരിമോളാണ് ഞങ്ങളുടെ. പോകാവാളെ പോകാമേ. ആ ഒരു കുഴപ്പമില്ല. അവിടെ നടന്നാ വരുന്നത്. ചായ വേണോ? ജോമോന്റെ കൂടെ പൊക്കോ. ജോമോന്റെ കൂടെ ഞങ്ങള് വരട്ടെ. ഞങ്ങള് വരട്ടെ. ജോമോന്റെ കൂടെ പൊക്കോളെ. ജോമോന്റെ കൂടെ. ആരോടാ? ഈ ഉടുപ്പ് ഒരു ദിവസം ഇടാൻ തന്നെ കേട്ടോ. എന്നോടോ? ജോമോന്റെ കൂടെ പോകാനാ? ഞാൻ കഴിയാതെ ഞാൻ തന്നെ പോവാ. നമ്മ തന്നെ ഓട്ടായി പോകാവേ കേട്ടോ. മക്കൾ ഓടി വന്നെ 4 പേര് കുഞ്ഞുമക്കള്. ഞങ്ങള് വരട്ടെ. ഞങ്ങള് എപ്പോഴെപ്പോഴും കഴിക്കാനാ കഴിക്കാനാണോ വരുന്നേ? കഴിക്കാനോ? കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി എടുക്കും. അല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കി നേരത്തെ വെച്ചെന്ന് പിന്നെ കഴിക്കാൻ പറ്റുമോ? അത് ഓരോ സമയം കഴിക്കണം. അല്ലാതെ പാടില്ല. അങ്ങനെ അത്താൽ അതുകൊണ്ട് ഓർമ്മയുള്ളൂ. അറിയത്തില്ല. എല്ലാം ഫ്രിഡ്ജ് വെച്ചാൽ കഴിക്കും. ഫ്രിഡ്ജിൽ വെക്കരുത് അല്ലേ? ഫ്രിഡ്ജ് വെച്ച് കഴിക്കരുത്. ഒരു സാധനം ഒന്നും ഉണ്ടാക്കിയില്ല. 2 നേരം കഞ്ഞി വെക്കുമായിരുന്നു കേട്ടോ. 2 നേരം കഞ്ഞി വെക്കുമായിരുന്നു. രാവിലെ കഞ്ഞി വെക്കും, വൈകിട്ടും കഞ്ഞി വെക്കും. ആ അങ്ങനെയായിരുന്നു. ഇവരെല്ലാം അങ്ങനെയായിരുന്നു. വെറുതെ വെക്കാൻ എന്തിനാ? അമ്മയുടെ വീടല്ലേ? അമ്മയുടെ വീടല്ലേ ഇത്? ഉടമ നോക്കാൻ നമ്മൾ അവിടെ ഉടുപ്പ് പൂട്ടിട്ടാ പോന്നെ. വീട് പൂട്ടിട്ടാ പോന്നെ. അവിടെ ആരും ഇല്ല. ആ പിന്നെ എന്തിനു തെരഞ്ഞിച്ച് പോണേ? ഞാനിവിടെ ഒത്തിരി കിടന്നിട്ടുള്ളതല്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ ഇന്ന് പോകുമ്പോ നേരം പോകുന്നു. കഴിക്കണ്ടേ? ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇതൊക്കെ കഴിച്ചിട്ട് വേണ്ട പോവാൻ. ഉണ്ടാ കഴിച്ചിട്ട് പോവാ നമുക്ക്. അവിടെ ഒരു ബന്ധവും അമ്മയുണ്ട്. കാണാൻ പോവാം. ഓർമ്മിച്ച് ഞാൻ പോയിട്ട് വരാം. ഒന്നും വേണ്ട. ഞങ്ങൾ പോവുകയാണേ. ഞങ്ങൾ സന്ധ്യയാവും. പോകുന്നില്ലല്ലോ. ഇന്നിവിടെ കിടക്കുമല്ലേ? പഴയ വീടല്ലേ? വീടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്ക് എപ്പോഴും എവിടെയാണ്? കുടുംബത്തിലാന്നേ. അപ്പൊ നിങ്ങള് കുഞ്ഞച്ചന്റെ
ആ അവിടെ പ്രതീക്ഷയുടെ ഒരു മൊബൈലിനെ കുർബാനയാണ് ആ കൊച്ചി നമ്മൾ നേരത്തെ പുള്ളി പുറത്തിറങ്ങുന്നില്ലേ അപ്പോൾ അല്ല കളിയൊന്നും വേണം ആ ആ അത് കവല വരും ആ ഇപ്പോൾ കാണാറില്ല ഞാൻ ചോദിച്ചു പോയില്ല അവിടെ പിന്നെ പാലിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കച്ചവടമൊക്കെ ആ അത്യാവശ്യം ഒന്ന് രണ്ട് വീടുകളിലാണ്ട് തൈകൾ ഇത്രയേ ഉള്ളൂ ആ പോരാ എന്നാൽ ശരിയായി എന്നാ ആയിക്കോട്ടെ നിങ്ങൾ ബൈ നോക്കടി നോക്കടി രാവിലെ പോയില്ല കാണണം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ പറയണേ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പറാ എന്താ അഞ്ചു നിൻ്റെ ചൈതന്യ ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ പിടിക്കാൻ പോയിരുന്നു കേട്ടോ അവിടെ മൊത്തം പാമ്പ് പോകാമേ പോകാം ഇത് കഴിക്കട്ടെ ഇത് കഴിക്കണ്ടേ ആ കഴിച്ചിട്ട് പോവാം യോഗോളെ പണ്ടേ ഞങ്ങള് കടയിൽ ചോറ് വാങ്ങി ആ അത് അന്ന് ഈ വഴിയൊന്നുമില്ല പാടമായിരുന്നു വെള്ളത്തോട് നീന്തി പോകുമ്പോൾ കേൾക്കോലി ഇങ്ങനെ ഓപ്പോസിറ്റ് വരും യോഗോല ഒരു വഴിക്ക് പോകും ഞാൻ വേറെ വഴിക്ക് പോകും ആ ടീം ഇപ്പൊ പാമ്പിനെ അതെ അതാണ് അതിനകത്ത് സംഭവം ഇപ്പം ഞാൻ കാണിച്ചേ വെള്ളം പൊങ്ങി കിടക്കൂലേ നമ്മൾ കഴുത്തറ്റം പൊങ്ങി ആ അതിവിടെ ഈ അപ്പോൾ കറക്റ്റ് പാടം പൊങ്ങി കിടക്കുക ഇപ്പൊ കാണുന്നില്ല അവിടെ അവിടെ കിട്ടിയില്ല അത് കാട്ടുപോകാൻ ജീവനെ കൊണ്ട് ഓടുക അന്നൊക്കെ അന്നൊന്നും മൂർക്കനൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് മുറകനൊക്കെ ഉണ്ട് പക്ഷെ കാണാറില്ല നീർക്കൊല്ലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ചേരെ നീർക്കൊല്ലി കഴിച്ചോട്ടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ജീവിതം എത്ര നാളത്തേക്കുള്ളൂ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക ചെയ്യണം. ആരാ അന്നമ്മേ ആ വേണം അന്നമ്മ വന്നെ അന്നപ്പതായിരിക്കുന്നത് വേണ്ട ആ അതുണ്ടല്ലേ ഇതേ ചോദിച്ചു അന്നമ്മ എന്ത് ചെയ്തു ഏ അന്നം എന്തിയെന്നാ അന്നമ്മ അതേ ഇരിക്കുന്നു ഇതുണ്ടാ അമ്മനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് വേണ്ടിരിക്കുന്നു കണ്ടോ പോകാം പോവാം ബസ്സൊന്നും ഇല്ല അപ്പൊ ശരി കൊണ്ടുക്കാലത്ത് നടന്ന് കവല വീഴുന്നല്ലേ അല്ല മൊത്തം നടന്നാ വന്നോണ്ടിരുന്നത് അവിടെ ഇവിടെ വരെ നടന്നാ വന്നോണ്ടിരുന്നത് അവിടുന്ന് ബസ്സൊക്കെ കയറാൻ ബസ്സില്ലല്ലോ എപ്പോഴും നടന്നാ വന്നോണ്ടിരുന്നത് 10 മിനിറ്റ് മതി മഴയൊന്നും പെയ്യല ഞങ്ങൾ കഴിച്ചിട്ട് പോകാം കേട്ടോ ആ ആരും നമ്മള് കൂട്ടിക്കയറ്റി പശുവിനെ കൂട്ടിക്കയറ്റിയതേ പിന്നെ ആ പിന്നെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടാ വന്നേ നല്ല അമ്മച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്ധ്യയായി പിന്നെ 10 മിനിറ്റ് കൊണ്ട് അവിടെ ശരിയല്ലേ അതെ സമയം പോകുന്നു നമ്മൾ അവിടെ ചെന്ന് ഇന്നലെ തന്നെ കണ്ടതല്ല അരമണിക്കൂർ 3 മണിക്കൂറായപ്പോഴത്തേക്ക് സമയം എന്തോരും അറിയാം. നമ്മൾ ഇന്നലെ എങ്ങും പോയില്ല ഇന്നലെ വീട്ടിൽ സവാടത്തിന് അവര് കൊണ്ടുകാലോട്ട് വന്നു ഓമോ പോയതാ അച്ഛന്റെ സവാടക്കിന് അവർക്ക് തന്നെയില്ല. എന്തൊക്കെയോ ഓർമ്മയുണ്ട് അത് വെച്ചിട്ട് പറയുക ഒരു
എന്തൊന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരവൊന്നും ഉണ്ടാവില്ല. അല്ലയല്ലേ അതെയാ നിങ്ങൾ പറഞ്ഞോ കേക്കട്ടെ. ദേശീയമായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലടാ, ദേശീയമായിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? പറയുമ്പോൾ നമ്മളെല്ലാം കേട്ട് പറഞ്ഞു. അവനല്ല, അവന് അങ്ങനെ ഒരു നഷ്ടാൾജിയുടെ സംഭവമില്ലല്ലോ. അവൻ അമ്മയോടെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടാൾജി ഇല്ല. അല്ല, വന്നിട്ടില്ലല്ലേ? അല്ലെന്നേ, അമ്മയോടെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അമ്മയുടെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നഷ്ടാൾജി അവനില്ലല്ലോ. നമുക്കിതല്ലേ ഉള്ളൂ. എടാ യുവാനെ, ഞങ്ങളുടെ പഴയ കുട്ടൻകുഴി എന്ന സ്ഥലമായത് അല്ലേ? ബഹളം അവിടെ ക്യൂ ആണ്. ഇവിടെ ആദ്യമായിട്ട് കക്കൂസ് ഉണ്ടാകുന്ന ഇവിടെയാണ്. പേരാണ് പിള്ളേര്. പശുവിനെ കാര്യമാണ് ഇപ്പം. അത് ഇപ്പം എന്നാ വെച്ചാൽ ഇതുണ്ട്. ഞാനും അവരും ജോമോ നോക്കും അല്ലേ? കറുത്തത് ജോമോള്. കുഞ്ഞമ്മ അല്ല, ചേച്ചിയല്ല. ചേച്ചിയെന്നാ വിളിച്ചോണ്ടിരുന്നത്. ചേച്ചിന്ന് വിളിച്ചോണ്ടിരുന്നത്. മിഠായി മിഠായി. പിള്ളേരെ ഇവിടെ കയറുന്നു. ഒന്നും കുഴപ്പമില്ല, അടന്നില്ലല്ലോ നമുക്ക്. ശരിയുള്ളൂ. ഈ കൊച്ചു കയറി ഇരിക്കുന്നതുണ്ടോ? കൊച്ചിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നു. ഇത് എൻ്റെ മോളെ അത്ര മുഖത്തിലൊന്നും കയറി ഇരിക്കണ്ട. വല്ല ആരും തെന്നിപ്പോയെങ്കിൽ എന്നാ ചെയ്യും? ഇന്നിപ്പോൾ ഈ കിട്ടിയല്ല. അവിടത്തോട് സൂക്ഷിക്കാതെ എന്നാലേ ഒടുവിൽ ആരും ഇല്ലാതെ അന്തോ ബന്ധോ ഇല്ലാതെ കിടക്കേണ്ടി വരും കേട്ടോ. ഈശോയോട് പ്രാർത്ഥിച്ചോട് മാറി ഇരിക്കണം. ചവിട്ടത്താക്ക് അങ്ങനെ വെച്ചോണ്ടിരിക്കാം. മുട്ടായുടെ കമ്പനി കാര്യമാണ് പറഞ്ഞത്. ചൂടത്തുകൊണ്ട് വിളയുന്നു. പോകാം. ആരൊക്കെ ഇപ്പൊ വരണ്ടേ? അമ്മയുടെ കൂടെ ആരൊക്കെയാ വരേണ്ടത്? അപ്പൊ ബസ് വിളിക്കണല്ലോ. അല്ല, പാവും അവനും അല്ലാതെ പോരായും വിവീനായും ഉണ്ട്. എല്ലാവർക്കും വല്ല പോക്ക് ഞങ്ങളെ മോളെ കെട്ടു. ഇനി പോകാൻ നേരം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ അടുക്കളക്കാരികൾ ഇവിടെ കിടന്ന് ഭയങ്കര പണിയിലാണ്. മേരി ചേച്ചി ഷൈനിയും കൂടെ ഇവിടെ. മേരി ചേച്ചി പിന്നെ അടുക്കളയെന്ന് പറഞ്ഞാൽ വിട്ടുപിടിക്കില്ലാത്ത കേസാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വയലോട്ട് എത്ര പിന്നെ കുത്തിക്കിട്ട് തന്നിരുന്ന ആളാ മേരി ചേച്ചി. അതെ അതെ. പിന്നെ മേരി ചേച്ചി അല്ലേ ആദ്യത്തെ ആള്, ഞങ്ങളുടെ അമ്മ, സെക്കൻഡ് അമ്മ അല്ലേ? അതെ. പിന്നെ ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ. തപനേർച്ചയൊക്കെ ആയിട്ട്
ഇവിടെ എല്ലാം വന്നോണ്ടിരുന്നല്ലേ? അത് പറഞ്ഞു കേട്ടോ. ഒരു ദിവസം കുഞ്ഞമ്മ വിളിച്ചവരോട് പറയാം, അവരമ്പഴ എല്ലായിടത്തും പോരും. കുഞ്ഞമ്മ പറയും ഈ ചാച്ചന്റെ കാര്യം പറയുന്നത്. അപ്പൊ അത് നടക്കുന്ന അപ്പം ആ ചാച്ചൻ അവിടെ ഏത്തപ്പലയൊക്കെ വീട്ടിൽ നിന്ന് കുഞ്ഞമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു പറയുന്നു. നല്ല ചാച്ചനായിരുന്നു. അഞ്ചു കൊണ്ടുപോകോടെ, അഞ്ചു കൊണ്ടുപോകോ, നീ കറക്റ്റ് കൊണ്ടുപോകോ. ഇതെടുത്തോടി, ഇതെടുത്തോ. തങ്കച്ചനെ അറിയോ? ഇല്ല, എന്നുവെച്ചാൽ അവിടുന്ന് വീട്ടിലോട്ട് പോകണ്ടേ. ആ, അവിടെ വീട്ടിലോട്ട് പോവാം. ബുദ്ധിമുട്ടായി. ഞാൻ എന്റെ ചെരുപ്പൊന്നും ഇട്ടോ. അപ്പം പോരുന്നുണ്ടോ? ഞങ്ങളൊന്നും വേണ്ട, നമ്മളൊന്നും വേണ്ട. അവിടെ നിന്നോ കേട്ടോ, ഒരാഴ്ച നിന്നോ. മുട്ടായി അമ്മച്ചി. ശൈലി, ഞാൻ വേണ്ട, ഞാൻ വേണ്ട. അവരോട് യാത്ര പറഞ്ഞായിരുന്നോ? അകത്തിരിക്കുന്നവരോട്. പിന്നെ അവർക്കറിയത്തില്ല. ഇന്നലെ പോലെ അവർ അവിടെ താഴെയാ. ആണോ? ചേട്ടൻ കയറിക്കോളൂ. വാ. അതെ. ആരെയാ നോക്കുന്നേ? എല്ലാരും ഉണ്ടെങ്കിൽ പോലെ. ആ, വിവാനുണ്ട്. എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നടന്നോളൂ. ആ പിടിക്കോ മോനെ, പിടിക്കോ? ആ പിടിച്ചോളൂ. ഏതാ ആ വീട്? നല്ല വീടാണ്. ഈ വീടാ? അതല്ല, ആ, താഴത്തെ വീടല്ലേ? ഈ വീട് ഏതാണെന്നറിയോ? ഈ വീടറിയോ? ഈ കാണുന്ന ഈ വീട് ഈ കാട് പിടിച്ചെടുക്കുന്ന വീട്. അത് ഗുണമില്ല. അത് അത് പണിയില്ല. അത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. പണിതിരിക്കുന്നത് ശരിയല്ലേ? ഇങ്ങോട്ട് പോട്ടെ. അതായിരുന്നു നമ്മുടെ വീട്. അങ്ങോട്ട് ഈ വീടിന്റെ ഉടമസ്ഥ ആ വീട് ഗുണമില്ലെന്നാ പറഞ്ഞേക്കണം. വല്ല വീടും പണിയുണ്ട്. നേരെ നോക്കി നടക്കാം. അങ്ങോട്ട് നോക്കിക്കോ. ഇതേ പിള്ളേരെ നോക്കി നടന്നു. അപ്പോൾ നമ്മുടെ തറവാടെന്ന് പറഞ്ഞ സംഭവം വീടിതായിരുന്നു. ഇതിങ്ങനെ വളം പിടിച്ച് കിടക്കുവാണ്. പഴയ മറ്റേ വീഡിയോ കണ്ടാണല്ലോ, അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഞങ്ങളുടെ പെറ്റക്കുടിയൊക്കെ പണ്ട് മുതലുള്ളതാണ് ഇവിടെ. ഈ മാവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞാണ്. ഇവിടെ ഒരു ആഞ്ഞിലിയുടെ കാര്യം, ആഞ്ഞിലി ചെറുതൊരെണ്ണം വേറെ നിൽപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ആ, പശു പശു അമ്മ പശുവിനെ കണ്ടാ? കണ്ട അവൾ നോക്കി നിൽക്കുന്നുണ്ടോ? അവള് വല്യമ്മേനെ നോക്കി നിൽക്കുക. ആ, പശു തങ്കച്ചൻ്റെ വീടാണിത്. ആ, പശുണ്ട് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. നമ്മൾ പോണതല്ല. തങ്കച്ചന്റെ ഭാര്യ ആണോ? താമസിക്കാനാണോ? ആ, വണ്ടി കൊണ്ടുവന്നില്ലേ? വണ്ടി കാണാൻ ഇവിടെ ഉണ്ട്. കിടക്കണം വണ്ടി. ആ, അവ കൊടുത്തിട്ട് കൊണ്ടുവന്ന പുല്ല് പോലെ കയറി വന്നോണ്ടിരുന്നല്ലേ? മേലെ കുളിക്കാൻ പോവല്ലേ? ആ, പോകാൻ ഇവിടെ എങ്ങനെ കേറിയിട്ട് നമുക്ക് പോയേക്കാം. പിന്നെ പോകാട്ടോ. ഈ കസേരയിലോട്ട് അതൊക്കെ അങ്ങ് ഇരിക്കണം. അപ്പൊ നമുക്ക് അവർക്ക് വരും. എൻ്റെ മമ്മിയല്ലേ? വീടേ വീടേ വീടേന്ന് പറഞ്ഞോണ്ട് കിടന്നുകൊണ്ട് കാണാം. നമുക്കേ ഇഞ്ചി മഞ്ഞളും ഒക്കെ നട്ടിട്ടുണ്ടോ? ഇഞ്ചി മഞ്ഞളും ഒക്കെ നട്ടിട്ട് അത്യാവശ്യത്തിനുള്ളൂ നമുക്ക് നട്ടിട്ടുണ്ട്. ആണോ? അടുത്ത പോലെ ഒന്നും
വെളിയിലില്ല. അതിന് പറ്റിയല്ല. ചെന്നിട്ട് അതിന്റെ കളയൊക്കെ പറിക്കണോ? ഇതൊക്കെ നടത്തിക്കൊണ്ട് പോണ ആരാ? കുഞ്ഞമ്മ ഒരാളും എല്ലാം പോയി നടത്താൻ പറ്റുന്നുണ്ടോ? അത് തന്നെ ആരെങ്കിലും ഉണ്ടോ? ഇരിക്കില്ല, മോളെ ഇരിക്കില്ല. ആരും ഇടുവാനും വേണം. ഇരിക്കവിടെ എന്നാലും കുറച്ചു നേരം കഴിഞ്ഞാൽ പോകും. ഇവിടെ ഒന്ന് ഇരിക്കണവിടെ എന്നെ കൊണ്ട് ഇരുത്തുവാ. എടി ഇതാരടി? വേണ്ട. ആരാ പോലെ? തങ്കച്ചൻ. തങ്കച്ചൻ ഇവിടുത്തെ അന്നമ്മയുടെ മകൻ. ഞാനറിയാല. മറ്റേത് തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞ കാര്യമായിരുന്നു. ഇതിലും വല്ല മേലാതെ ഇരിക്കുകയാണോ? മരിച്ചുപോയി. ആണോ? സ്വർഗത്തിൽ പോയി. അത് ശരി. അതിനധികം പ്രായമില്ലല്ലോ. ഇല്ല, എന്നാ 47 വയസ്സ്. എന്നാ എന്തോ പനി 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 കഴിഞ്ഞു പോയാ പനി കഴിഞ്ഞു. മതി പോകാം. ആ. ഇതും പിറകെ ചെല്ലുമ്പോ നേരെ പാതിരാവും. അത് കുഴപ്പമില്ലെന്നേ. ഇപ്പൊ നിങ്ങൾ ടൂർ പോകുമ്പോഴോ? എവിടെ? ടൂറൊക്കെ പോകുമ്പോഴോ? അത് ഇതുപോലെ തന്നെയാ. കുഴപ്പമില്ല. അത് ആദ്യമൊക്കെ പോകുമ്പോ സന്തോഷാ. ഇനി കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെയാ. ചേച്ചി അമ്മയ്ക്ക് ആ പാട ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അമ്മ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അമ്മ. അല്ല ഇവിടെ പോയി അമ്മ പെട്ടെന്ന് വീട്ടിൽ വരും. ഇവിടെ വന്നാൽ മാത്രമേ ഉള്ളൂ അമ്മ അതൊക്കെ വരുന്നുള്ളൂ. അതും ഇവിടെ തങ്ങാറില്ല. പറഞ്ഞല്ലോ അവസാനമായിട്ടൊന്നും തങ്ങിയില്ലായിരുന്നു. അവിടെ ഇരിക്കുമ്പോ എപ്പോഴും ഇവിടുത്തെ കാര്യം പറയുമോ? അവിടെ പക്ഷെ നീ ഇവിടെ ഇരുന്ന് ഇരിടാ. ഈയിടെ ആയിട്ട് ഇച്ചിരി മടുത്തു. ഇച്ചിരി മറവി ഇവിടെ ഇരുന്നോ? ഞാൻ ഇച്ചിരി ചായ എടുക്കട്ടെ. ഒന്നെടുക്കട്ടെ വേണ്ട വേണ്ട. ഇത് ചായ കുടിച്ച് കുറേ ഇല്ലെന്നേ ഇപ്പൊ ചായ ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട, ഒന്നും എടുക്കരുത്. അവിടുന്ന് കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? കഴിച്ചത് ഞാൻ കണ്ടു. പക്ഷേ തൊപ്പി നോക്ക്. എന്നാലും ആ ഇത് കൊള്ളാലോ. അത് കൊള്ളാല്ലേ? വേണ്ട അമ്മേ ഒത്തിരി വർഷങ്ങൾ പോകാൻ അവിടെ ഇച്ചിരി മധുരം ഒന്നും എടുക്കണ്ട. ഇച്ചിരി മധുരം എടുക്കും കേട്ടോ. ആരായിരിക്കുന്നേ? ഇതാരാ നോക്കി? ആരാ നോക്കി? ഇതാരാ നോക്കി? ഇവിടെ കൊണ്ടുപോകാം, നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. വേണ്ട. അതിനാ ഓള് വന്നാ നമ്മള് വഴക്കുണ്ടാക്കുന്നു. അത് സാരമില്ല, അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അവളോട്. ചേട്ടന്റെ മുഖാണോ നോക്കി അവക്ക്? അവരൊരു അവിടെ അമ്മയുടെ മുഖ നിറം മാത്രം കിട്ടിയിട്ടില്ല. മക്കളെ അമ്മയുടെ മുഖമാണ് നിറം ഇല്ലെന്നേ ഉള്ളൂ. ആണോ? എല്ലാരും പറഞ്ഞ ചിന്നമ്മയാ. ആണോ? പക്ഷെ എനിക്ക് നിന്റെ മുഖമായിട്ടാ തോന്നുന്നത്. നിറയില്ല. നമുക്ക് നോക്കാം. നിറം കഴിയുമ്പോ ആരൊക്കെ വന്നോളൂ. പെൺപിള്ളേരല്ലേ? അങ്ങേ ചെല്ലുമ്പോ പാതിരാവും. ഇല്ലെന്നേ 5 മിനിറ്റ് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ ചെല്ലും. 10 മിനിറ്റ് മതി കേട്ടോ. എല്ലാം തലഞ്ഞ് കുഴഞ്ഞിട്ട് നടക്കത്തില്ല. നടക്കണ്ടല്ലോ, നമ്മള് വണ്ടിയല്ലേ പോണേ. നമ്മള് വണ്ടിയല്ലേ പോണേ. എത്ര മുറിയുണ്ട് മോളെ? ആ ചേച്ചി എത്ര മുറി ഉണ്ടെന്ന് ഇവിടെ? അമ്മയ്ക്ക് മുറിയൊക്കെ അറിയണം. ആ മുറിയൊക്കെ കുറവാണ്. 4 ഉണ്ടോ? ഇനി വീട് പണിയണമെന്ന്. വീട് പണിയണം. വീട് പണിയാൻ ആൾക്കാർ വന്നുവരുമ്പോഴത്തേനും എന്തിനാ ഒത്തിരി വലിയ വിലയൊക്കെ? ആരാ ഇതൊക്കെ തൂത്തും തുടച്ചു വിടണം? വൃത്തിയാക്കി ഇടണ്ടേ? കട കൊണ്ടുവരുന്നു എടുക്കരുതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ചുമ്മാ എടുത്തു വെച്ചാ നിങ്ങൾ തന്നെ തിന്നോ. ഒരു കേക്ക് ഇച്ചിരി തിന്നാ മതി. ഒട്ടും മതിയല്ല. ഞങ്ങൾ കപ്പ മുഴുവൻ തിന്നു അവിടെ ഇരുന്നു. കുറെ നാളായി കപ്പ തിന്നിട്ട്. അതുകൊണ്ട് കപ്പ ഇരുന്ന് തിന്നി. എവിടെ ചെന്നാലും കപ്പ തീറ്റ. ഇല്ല, എവിടെ ചെന്നാലും എവിടെയാ ഞാൻ പോണത്? കപ്പ മേടിക്കാറില്ല, ഇടയ്ക്ക് കപ്പ തന്നിട്ടില്ല. കപ്പ ഞാൻ അങ്ങനെ തിന്നാറുമില്ല. ജോമോൻ കാശ് കൊടുത്ത് കപ്പ മേടിച്ചോണ്ട് വരാറില്ല. ഇങ്ങനെ എന്തിനാ നാണം കിടന്നത്? എനിക്കിപ്പോ വേണമെന്നില്ല കേട്ടോ. ഇപ്പൊ കണ്ടപ്പോ അവിടെ വെച്ച് കണ്ടപ്പോ വീട്ടോട്ട് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. ആ കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ചെല്ലും. പഴം വെച്ച് മധുരം ഉണ്ടായിനെ? രാത്രിക്ക് എന്നാ സാധാരണ കഴിക്കണേ? കഞ്ഞിയോ? കഞ്ഞി. ഉച്ചയ്ക്കും കഞ്ഞി, രാത്രി മധുരം ഉണ്ടാവാൻ രാവിലെ എന്തെങ്കിലും പലഹാരമായിരിക്കും. ചോറായിട്ടല്ലാതെ കഴിക്കത്തില്ല. ചോറ് താല്പര്യമില്ല, വെള്ളമായിട്ടുള്ള കഞ്ഞി. അത് കഞ്ഞി കുറച്ച് ഞാൻ ആ വെന്ത് കഴിയുമ്പോ എടുത്ത് കാസർഗോഡിന്റെ കഞ്ഞി ചമ്മന്തിയോ അതോ? അല്ല, തൈര് അല്ലെങ്കിൽ പുളിശ്ശേരി, മോര്, ഇതൊക്കെ മതി. തങ്കച്ചൻ ഉണ്ട്. നമ്മുടെ തങ്കച്ചനില്ലേ? തങ്കച്ചനില്ലേ? തങ്കച്ചൻ അമ്മയുടെ മകൻ. അവരാണോ? ആ ഒത്തിരി പ്രായം തോന്നിട്ട് ഒത്തിരി മാറ്റം. ചേച്ചി ഏ ചായ എടുക്കരുത്, ഒത്തിരി കുടിക്കരുത്. പ്രായമൊന്നുമില്ല. മുഖത്തെ പാട്ടെല്ലാം മാറിപ്പോയി. ആ അത് ഫോട്ടോ അങ്ങനെ ഇരിക്കുന്ന വേണ്ട. ഒന്നും എടുക്കണ്ട. അവനാണോ? അവനാണോ മൂത്ത്? രണ്ടാമത്തത് മൂത്തത് തോമാച്ചനില്ലായിരുന്നോ? മൂത്തത് തോമാച്ചൻ. ആ രണ്ടാമത്തത് തങ്കച്ചൻ. പിന്നെ പിള്ളേർ എത്രയുണ്ട്? പിള്ളേര് 2.
ഞാൻ ഒത്തിരി സാധനമൊന്നും കൊണ്ട് വെച്ചില്ല. ഇത് ഞാൻ കുടിക്കല്ലോ, എനിക്ക് വേണ്ട. ജോമാനെ മാൻ കുടിയൂല, ജോമൻ കുടിക്കൂല. ജോമാൻ സദ്യ ഉള്ളതാ. ഈ പഴയ ഇരിഞ്ഞു വെക്കാനെ ഇനി വെനിച്ചാന്ന് എടുക്കുന്നത് ഒന്നും എടുക്കരുത്. ചേച്ചി മയം പറഞ്ഞേ ഉള്ളൂ. ഞാൻ കുടിച്ചായിരുന്നു. ഇത് കഴിക്കണം കേട്ടോ. ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല. ചക്കയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള്. ചക്ക തിന്നോ? ചക്കയാണ് ഞാൻ കപ്പ തിന്നത്. നമ്മുടെ രാത്രിക്ക് തലേദിവസം രാത്രി കല്യാണം വന്നു. പിടിക്കായിട്ട് നമ്മുടെ വീഡിയോക്കകത്തുണ്ട്. അന്ന് തന്നെ നടന്നു വരുമായിരിക്കും. ഞാൻ അവിടുന്ന് കുറേശ്ശെയായി എടുക്കണം. വിടാമിരിക്കുമായിരുന്നു. പക്ഷെ അന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എടുത്തു കൊടുക്കും. ഞാൻ കുടിച്ചോണ്ടിരിക്കുക. എടുത്തത് ഒരു ഇച്ചിരി എനിക്ക് വേണ്ട കപ്പ കപ്പ വന്നായിരുന്നോ? 6 വർഷം അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട്. അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. എന്നെ നേരത്തെ അമ്മ എന്നോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ അമ്മായിമാരെങ്ങനെയാണോ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഇപ്പൊ എനിക്കും അമ്മയോട് അത്ര വലിയ സ്നേഹമൊന്നും ഇല്ല. ഞാൻ തുറന്നു പറയുന്നതാ. എനിക്ക് ആരോട് എന്ത് പറയണം തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം സത്യം പറയുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നെ ഇപ്പം ജീവനാണ്, എനിക്ക് തിരിച്ചു അമ്മേനെയും ജീവനാണ്. നമ്മൾ ആരും ഒരാളെ എന്താ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുകയല്ല. നമ്മളോട് എങ്ങനെ കരുതുന്നു അതുപോലെ നമ്മൾ തിരിച്ചു സ്നേഹിക്കും. അത്രേ ഉള്ളൂ. കൈ പിടിച്ചു കേട്ടോ. ലൈക്ക് കിട്ടാനല്ല, ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാ. എന്റെ ഭർത്താവ് ഇരിപ്പുണ്ട്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാണ്. എന്നാ ഇപ്പം പറയാൻ കേട്ടില്ല. എന്നാന്നോ അമ്മയാണ് എന്നോട് നല്ല സ്നേഹമായിരുന്നോ എനിക്ക് അങ്ങോട്ട് സ്നേഹമായിരുന്നോ എന്നാ മരുമകള് ചോദിച്ചത്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് വന്നേ പിന്നെ എന്നോട് വലിയ സ്നേഹമാ. എനിക്ക് അമ്മേനെയും വലിയ സ്നേഹം. അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അമ്മേനെ സ്നേഹിക്കണ്ടേ? കണ്ടോ? എന്നോട് എപ്പോഴും ചോദിക്കും തിന്നോ, നീ കിടക്കാൻ വരുന്നില്ലേ? ഞാൻ എന്റെ കൊച്ചിനെ പോലെ ഇപ്പൊ. നേരത്തെ ചോദിക്കുക. നേരത്തെ തിന്നുന്ന കാര്യത്തിലൊന്നും ആൾക്ക് കുഴപ്പമില്ല കേട്ടോ. എന്നാ വേണേലും എടുത്ത് തിന്നാം. അതിനൊരു അമ്മായിപ്പന്മാര് കാണിക്കുന്ന ഓരോന്നും അമ്മ കാണിച്ചിട്ടില്ല. അതെവിടെ അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും അല്ലേ വീട്ടിൽ വരുന്ന ഇവിടെ ഒരു ദിവസം എത്ര ജനങ്ങളാണ് നമ്മുടെ വീട്ടിലെ. എന്തോരം ഒരു ദിവസം രാവിലെ ആണേലും അമ്മായിമാരെല്ലാരും വരും. എന്നുവെച്ചാൽ തിന്നാനും കുടിക്കാനല്ലോ വർത്താനം പറഞ്ഞിരിക്കാനും. ഇവരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ അവരെല്ലാം ഓടി വരുമായിരുന്നു. കലക്കലമായി അവിടെ നിന്ന് എവിടെയാണെങ്കിലും പറന്നു വരുമായിരുന്നു. അതുപോലെ പടിഞ്ഞാപ്പുറം അമ്മായി എല്ലാരും ഇവിടെ അന്നമ്മച്ചേടത്തി അത് കഴിഞ്ഞ് വരാൻ തുടങ്ങി. അന്നിട്ട് ലാസ്റ്റായപ്പോ അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ എനിക്ക് അമ്മ ഒരു കൊച്ചുകുട്ടിയുടെ രീതിയല്ലേ നമുക്ക് തോന്നിയല്ലേ? ദൈവമേ, ചേച്ചി തയ്ക്കുവോ? കുഞ്ഞമ്മയുടെ വീടാ ഇതൊക്കെ. അങ്ങനെ പഴയ ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷെ ജോമോനോട് ഇച്ചിരി ഇഷ്ടക്കുറവുണ്ട്. അതിപ്പോഴും ജോമോന്റെ അടുത്ത് ചില സമയത്ത്. പക്ഷെ എന്റെ അടുത്ത് ഒരു കട്ടായും ഇല്ല. ഇവീന കോളേജിലല്ലേ? കോളേജിലാന്നേ പഠിക്കുമല്ലേ? അവിടെ കഴിഞ്ഞ് തിങ്കളാഴ്ച പോയല്ലേ? ഒരാഴ്ച ആയി. അവള് വരികയല്ലേ അപ്പം. ഇനി അടുത്ത മാസം വരുള്ളൂ. പിന്നെ എന്റെ മകളെ വലിയ കാര്യമാണ്. അവിടെ കിടക്കുമല്ലേ? അവിടെ ഹോസ്റ്റലിൽ നിൽക്കുക. അവിടെ നിന്ന് പഠിക്കുവാന്നേ. ഇവന് ഇവിടെ ആദ്യം ഉണ്ടായ അംഗത്തല്ലേ, ഇവിടെ വരുമ്പോ ഇവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവനാ കുര്യനാണ് ഹിംസ കഴിഞ്ഞ പിന്നെ ഉണ്ടാകുന്ന ഞാൻ എടുത്തോണ്ടിരുന്ന രണ്ടുപേരും ഒന്ന് നിമിഷം ഒന്ന് കിട്ടണം. ബാക്കി എടുക്കണമെന്നില്ല അല്ലേ? യോമനെ ഇനി നടത്തി ഇറക്കണ്ട. അതെ, നിമിഷം എങ്ങും മടിയില്ലായിരുന്നു. എല്ലാരും അമ്മ പറഞ്ഞ ഇത് കൊച്ചിന് എത്ര വയസ്സുണ്ട്? 4 കഴിച്ചു. അത്രയൊന്നും പകുതി പ്രായം പറയുമ്പോൾ അമ്മ പറഞ്ഞു. അമ്മ പറയുവാണോ? അമ്മ പറയണ കറക്റ്റാ. അപ്പൊ ആ 4 വയസ്സിന്റെ ഇല്ലല്ലോ. അമ്മ എന്നാ പറഞ്ഞാലും ശരിയാ. പിന്നെ ഭേദം ഇത് എങ്ങനെ ഇരുന്നതാ. അതെ, ഇപ്പം പിന്നെ ഭേദമുണ്ട്. എന്താ കയ്യിരിക്കുന്നേ?
കയ്യിലിരിക്കുന്നു. പിടിപ്പിച്ചതാ. ഇത് ബിസ്ക്കറ്റാ. ഇതെല്ലാം കൂടെ കൊണ്ടുപോകാം. വണ്ടിയെ പോകുമ്പോ തിന്നാം. വണ്ടി കൊണ്ടോണോ? ആ കുഞ്ഞമ്മേ വണ്ടി എണ്ണിന കേട്ടോ. വണ്ടി വീട് വരുത്തുന്നു. എന്നാന്ന് ചോദിച്ചു ഓടി വരും. ആരാ? ആരാ? പിള്ളേര് അവിടെ ആരാ ഉള്ളേ? അവിടെ ആരാ ഉള്ളേ? അവിടെ 2-3 പേര് കാണും. ആരാ? ചിറ്റപ്പനുണ്ടോ? ചിറ്റപ്പൻ. ചിറ്റപ്പന്റെ കാര്യം അറിയിട്ടുണ്ട്. അമ്മയോ ഇനി ഇവിടെ ആരാ അമ്മ? ചേട്ടത്തിമാരുടെ മക്കളുടെ വീട്ടിലാ ഇപ്പൊ ഇരിക്കണേ. ചേട്ടത്തിമാരുടെ മക്കളുടെ വീട്ടിലാ ഇപ്പൊ ഇരിക്കണേ. ചേട്ടത്തിമാരുടെ മക്കളോ 2 ചേട്ടത്തിമാരുടെ ഒന്നും മണ്ണക്കനാട്ടിലല്ലേ? അവരൊക്കെ ജോലിയാ. അവര് മണ്ണക്കനാട്ടി. പോവാൻ വരുവാ. ഇത് കുറുപ്പന്തറ. ഞാൻ മുറി അതെ. പോകാം. പോവാം. ഇതിലേതാ ജോമോളേതാ? ഈ കൂട്ടത്തിൽ ഇരിക്കണ ജോമോളേതാ? ഇതിലേതാ ജോമോള്? ഈ 3 പേര് ഇരിക്കുന്നത് ജോമോൾ ആരാ? ആണോ? ഏതാ? എന്നാ വിചാരിക്കും. ഏതാ ജോമോള്? എനിക്കറിയത്തില്ല. ഇതാ ജോമോൾ ഇന്ന് പോകാനില്ല. കുഞ്ഞമ്മ പൊക്കോ. വീട്ടിൽ ഉത്തരവാദിത്തം കുഞ്ഞമ്മയോട് വരാനല്ലേ. ഈ കൊച്ചിനെ കൊണ്ടുപോ. നീ വാ. നീ കെട്ടു അമ്പടി കള്ളി. നീ കൊച്ചു കള്ളി. നമുക്ക് പോകാം. അപ്പൊ അറിയാൻ മേലല്ല. ഞാൻ ചില സമയത്ത് പറയും നമ്പരാണ് ഇത്. നമ്പർ നീ പാടി. എന്നാ അവളെ വിളിച്ചോണ്ട് പോക്കോ. ഇന്ന് അവളെ വിളിച്ചോണ്ട് പോകോ. ഇന്നത്തെ ഞാനിവിടെ നിൽക്കാം. അതെ കൊണ്ടോക്കോ. കൊണ്ടുപോ. അമ്മയുടെ വീട്ടിലെ സ്നേഹമൊക്കെ അവളെന്ന് അറിയട്ടെ. അമ്മയുടെ വീട്ടുകാരുടെ സ്നേഹമൊക്കെ അല്ലേ. ഒരു ദിവസം ഞമ്മൾ ഇവിടെ നിൽക്കട്ടെ. ജോമോളൊന്നും ഇത് കൂടെ കൊണ്ടുപോ. ഈ കൊച്ചു വരും. ഈ കൊച്ചു വരും അമ്മയ്ക്ക്. ജോമോൾ ഇത് വന്നില്ല. നമുക്ക് പോയേക്കാം. പോകാം. വാ വാ വാ. പാപ്പാ അമ്മയ്ക്ക് സമയം പോകണ്ടേ. ആ പാ കയറിക്കോ. വണ്ടി കയറിക്കോ. അങ്ങനെ ചെല്ലുമ്പോ എന്നാ ചെയ്യും? മുട്ട എന്നെ വെച്ചാടാ മുട്ട വയ്ക്കുന്ന വേണാടെ. പെണ്ണുങ്ങളും ഇല്ല ആണുങ്ങളും ഇല്ല ഒന്നും. നമ്മള് കളിച്ച് വീഴുന്ന ബൈക്കുന്നത് കാര്യം ആടും മത്സ്യവും പിന്നെ കോഴിയുള്ളൂ. വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. എനിക്ക് എപ്പോഴും ജോവാനെ അത് കാരണം ജോവാനെ പറഞ്ഞു. ജോമോനെ കെട്ടികൾ ജോമോണെന്ന് ജോമോളും ജോവാനും എനിക്ക് ആ പേര് വേണ്ടായിരുന്നു ഇപ്പൊ. തമ്പ്രാൻ ഒപ്പിക്കണോ? ടാറ്റയുണ്ടോ? വിട്ടുപോയല്ലോ. തന്നെ പോയാൽ മതി. എല്ലാരും നോക്കുവാ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം എന്നാ. വീട്ടിലൊക്കെ പരിപാടി. എവിടെ വേണേലും പൊക്കോ. എന്ത് ഉത്തരവാദിത്തം. ജോമോക്ക് എവിടെ എത്ര മണിക്കൂർ കൊണ്ടായിരുന്നു? പോവാ. ഇന്ന് പള്ളിയിൽ പോവാന്ന് പറഞ്ഞാൽ ചെന്നപ്പോ കരയാൻ തുടങ്ങും അവിടെ. ആണോ? ആ ഞാൻ പോയിട്ട് വരാം കരയണ്ടെന്ന് പറഞ്ഞു. അല്ലേ എനിക്കും ഇങ്ങനെ ഒരു യോഗം ഉണ്ടായി. എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മേനെ കിട്ടിയില്ല എനിക്ക്. അത് മതി. അത് നമ്മളും തിരിച്ച് സ്നേഹിക്കും. ആരായാലും സ്നേഹിക്കും. ഇവിടുന്ന് അമ്മ എനിക്ക് വേണ്ടി പുല്ല് പറഞ്ഞോണ്ട് പോയി. ലക്ഷങ്കോല വരെ പോയി. അവസാനം എന്നെ സ്നേഹമായിരുന്നു. അതാ ഈ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ വീടാ. സജി അവരവിടെയാണോ? ആ അവിടെയാ താമസിക്കുന്നത്. അപ്പൊ അവര് ജോലി ഇവിടെയാ. ജോലി ഇല്ല. ജോലിയൊന്നുമില്ല. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. ആ നമുക്കും ജോലിക്ക് പോകുന്നില്ല. എല്ലാരും ജോലിക്കാരാണോന്ന് അറിയേണ്ടത്. ജോലി നിർത്തി. അവർക്ക് ജോലിയുണ്ടോ? ആ ജോലി ഇല്ല. ഇപ്പൊ ആരും ജോലി ചെയ്യുന്നില്ല. മകൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. എല്ലാരും മേടിച്ചു. എല്ലാരും ഉപേക്ഷിച്ചു. വേണ്ടെന്ന് വെച്ചാൽ ആ വേണ്ടെന്ന് വെച്ചാ മേലാഴികയൊക്കെ ആയി. വിഷമായി. പ്രായമായി ക്ഷീണമായി. ആ അത് തന്നെ. ഇനിയിപ്പോ ഒന്നും പറ്റിയ പണി കാരണേ നമുക്ക് നിർത്താൻ പോകും. അവിടെ നമ്മള് കയറി പറഞ്ഞില്ല. അത് താഴെ പറഞ്ഞോ. ഇനി അങ്ങനെ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി. സജിയോടെ റെഡി ആയിരിക്കണം. സജി അങ്ങ് പോലെ കവലിക്ക് വരുന്നില്ല. അല്ല മേറ്റിച്ചോടൊന്ന് ചോദിച്ചേക്കാം. മേറ്റിച്ച് വീട്ടിൽ വരട്ടെ എന്ന് എന്നാ പറയണമെന്ന് അറിയട്ടെ. ഈ കണക്കം വന്നു ചോദിച്ചാൽ വരാൻ പറയും. നടക്കാൻ പോലും മേല. ഇനി അമ്മച്ചിന് അല്ലെങ്കിൽ ഇനിയിപ്പോ അതിലൂടെ നട കയറ്റട്ടെ. അത് രോമം പറഞ്ഞ് വിഷമാണ്. എന്നാ ഞങ്ങൾ പോവാട്ടോ. നമ്മുടെ മിച്ചം വഴി പോകാറുണ്ടെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറയാം. കൊട എവിടെയാ? ഒരു ഉമ്മയും കൊടുത്താ. ഒരു ഉമ്മയും കൊടുത്തരാൻ. ചെല്ല് പ്രാർത്ഥിച്ചാണ് കേട്ടോ. പ്രാർത്ഥിച്ചേ കേട്ടോ.
നല്ല മകളായിട്ടൊക്കെ വളരെ ഈശോയുടെ എപ്പോഴും വേണം. ഇനി പോകാം. അങ്ങനെ കയറ് വണ്ടി എടുക്ക്. സമയം പോകുവന്നേ. വരുവാ. ഇരിക്കണതല്ലേ നമ്മുടെ ശരിക്കും നമ്മുടെ അമ്മ വീട് എന്ന് പറയും, ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന വീട് ഇതാണ്. ഇതിപ്പം ഇങ്ങനെ കിടക്കുവാണത്. താമസമൊന്നുമില്ലല്ലോ, മെയിൻ്റനൻസ് ചെയ്യാതെ കിടക്കുവാണ്. പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മകളിൽ ഈ വീടിനൊരു പടം പഠിച്ച് വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇത് മൊത്തം പോയി കിടക്കുന്നുണ്ട്. അതിനൊക്കെ അകത്ത് കയറി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു. അതിനകത്ത് അതിനൊക്കെ സംഭവം നടത്തില്ല. കുറേ നാളായിട്ടാരും താമസമൊന്നുമില്ലാതെ നടക്കുന്നുണ്ടേ. അപ്പോൾ അത് സംഭവം അതുകൊണ്ടാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിലുള്ള കിണർ, കുളിമുറി, ഇവിടെ ഒരു നടയുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മറ്റേ വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെക്കുന്നതായിരിക്കും. നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ വീട്, അമ്മ ജനിച്ച വീട് ഇതല്ല, ഞങ്ങൾ ഓടി കളിച്ച് നടന്ന വീട് ഇതാണ്. ഓക്കെ. ആരും മേടിക്കുന്നില്ല. ഇവിടെ ചൂണ്ടെടുത്തുണ്ട്. കുഞ്ഞേട്ടായി വന്ന് ഇവിടെ ഈ തോട്ടിൽ നിന്ന് ഒത്തിരി മീൻ പിടിക്കുമായിരുന്നു. കുഞ്ഞേട്ടായുമായിട്ട് വലയൊക്കെ വന്നേ ഈ തോട്ടിൽ നിന്ന് കുത്തിപ്പിടിച്ചു ഇവിടെ ടാങ്കിന്റെ കുളിമുറിയുടെ ടാങ്കിനകത്ത് മുഴുവൻ കൊണ്ട് നിറച്ചിടുമായിരുന്നു. ഇപ്പൊ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. പാടത്താണ് അവർ ചൂണ്ടിടുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മൈനകൾ വന്നല്ലേ? മൊത്തം ഫേസ്ബുക്കിലാണല്ലോ കയറുന്നത്. യൂട്യൂബില് ഫ്രാൻസിസ് ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മള് അമ്മയുടെ മാനാണ്. അമ്മയുടെ ആങ്ങളുടെ മാൻ. അമ്മ പറയാതെ ആങ്ങളുടെ ഒരാളുടെ മോനാണ്. സാറിന്റെ മോൻ. ഇവിടെ വല വീശുന്നു. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആൾക്കാർ കൂട്ടം കൂടി തോട്ടില്. ഈ തോട്ടിന്റെ പേരെന്താ? അതാണ് നമ്മുടെ അമ്മ വീട്ടിലെ കട ഇതായിരുന്നു. അത് മറ്റേ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളെ ചോറ് കൊണ്ട് വന്നുകൊണ്ടിരുന്ന കട അത് ഞാൻ മറ്റേ വീഡിയോക്കകത്തുണ്ട്. പാറപ്പള്ളി. ഈ പള്ളിയാണോ? രണ്ടാം പള്ളിയാണോ? വലിയ പള്ളിയാ. പള്ളിയാണോ? ആ. അവരാണ് അവരുടെയൊക്കെ ഇടവക. അതെ അതെ, അമ്മയുടെ ഇടവക ഇതല്ലായിരുന്നോ? എന്റെ ഇടവക അവിടെയാ, നാർപ്പാറ. ഇപ്പഴല്ലേ സ്ലീവാവൂരായതല്ലേ? ഇങ്ങോട്ട് കെട്ടിച്ചോണ്ട് വന്നപ്പോഴല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെ എങ്ങനെയായിരുന്നു. കെട്ടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സ്ലീവാവൂരായി. പിള്ളേരും ഒക്കെ ആയി. പപ്പ എന്തിയടാ? മരുന്ന് മേടിക്കാൻ പോയിരിക്കുക. മരുന്ന് ജോമോന്. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.